എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 10 ശ്ലോകം 16, 17, 18, 19 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ദരിദ്രര് അധികവും അവരുടെ വിശപ്പ് മാറ്റാനുള്ള ആഹാരത്തില് അത് കിട്ടണമെന്ന് മാത്രമേ അധികം ആഗ്രഹിക്കുള്ളൂ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ശക്തി വളരെ കുറഞ്ഞിരിക്കും. അപ്പൊ പാപം പരപ്രാണികളെ ഉപദ്രവിക്കണം എന്നുള്ള ആ ഒരു ചിന്തയൊന്നും അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല പറയണു ദരിദ്രർ. ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരെ മനോരഥോ മദീയോയം സഫലഃ സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാ പ്രകാശേന മദാജ്ഞാനം വിനാശയ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. നിത്യം ക്ഷുൽക്ഷാമദേഹസ്യ ദരിദ്രസ്യാന്നകാംക്ഷിണ ഇന്ദ്രിയാണ്യനുശുഷ്യന്തി ഹിംസാപി വിനിവർത്തതേ. അതുമാത്രമല്ല, ഈ നരകം മുതലായ ദുഃഖാനുഭവത്തിന് കാരണമായിട്ടുള്ള പ്രാണിഹിംസയും ദരിദ്രൻ ചെയ്യാൻ സാധ്യതയില്ല. അവരത് ചെയ്യില്ല. അവർക്ക് പ്രയത്നം കൂടാതെ തന്നെ അത് വിട്ടുപോകണമെന്ന് പറയണ ആ പാപബുദ്ധി. എന്തുകൊണ്ടെന്നാൽ ദരിദ്രന് ആ എപ്പോഴും ഇങ്ങനെ ആ വിശപ്പ്, അപ്പൊ ആ ജഠരാഗ്നിയുടെ വാദനിമിത്തം വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി, അത് മാത്രമാണ് അവരുടെ ചിന്ത. അപ്പൊ അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കും. വിശന്നിരിക്കണ സമയത്താണെങ്കിൽ അവരുടെ ഒരു നേരമൊക്കെ ചിലപ്പോൾ അവർക്ക് ആഹാരം കിട്ടുള്ളൂ. അതുകൊണ്ട് അവരുടെ ദേഹം ചടച്ചും ഇന്ദ്രിയങ്ങളുടെ ശക്തി പ്രതിനിമിഷം ഇങ്ങനെ കുറഞ്ഞും കുറഞ്ഞും വരികയാണ്. അതുകൊണ്ട് പരപ്രാണികളെ ഉപദ്രവിക്കുക എന്നുള്ള ഹിംസ അവനെ വിട്ടുപിരിയ തന്നെ ചെയ്യും. താൻ തന്നെ പരമസങ്കടത്തിലിരിക്കുമ്പോ ഇനി അന്യനെയും കൂടി ഉപദ്രവിക്കുക, അത് ചെയ്യില്ല അവര്. എന്ന് മാത്രമല്ല, അതിനുള്ള ശക്തിയും അവർക്കില്ല. ശരീരം മെലിഞ്ഞ് വല്ലാതെ ചടച്ച് ആഹാരം കിട്ടാതിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തി കുറയും. അപ്പൊ ഹിംസ ചെയ്യണമെന്നൊന്നും തോന്നില്ല. ദരിദ്രസ്യൈവ യുജ്യന്തേ സാധവ സമദർശിന സദ്ഭീക്ഷിണോദിതം ദർശം തഥ ആരാത് വിശുദ്ധ. അപ്പൊ ഈ ദരിദ്രന് എങ്ങനെ ഈ മോക്ഷം കിട്ടും എന്ന് പറയുന്നത്, അവർക്ക് ഇങ്ങനെ എപ്പോഴും വിഷയസുഖം അനുഭവിക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ലേ എന്ന് ഉള്ള ശങ്ക. അതിനുള്ള മറുപടി പറയാണ്. ദരിദ്രന് ധനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ബന്ധുമിത്രാദികള് ഒന്നും അവനെ ആദരിക്കില്ല. ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ എന്തെങ്കിലും ചോദിക്കാം എന്ന് വിചാരിച്ച ധനവാന്റെ ഗൃഹത്തിൽ കയറി ചെന്നാൽ അവര് വരുണ്ട് എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ തന്നെ കണ്ടില്ല എന്ന് അടിച്ച് അപ്പൊ തന്നെ വാതിലടച്ച് അകത്തിരിക്കും അല്ലെ. അവർക്ക് ദരിദ്രരുടെ വിഷമം ഒന്നും മനസ്സിലാവില്ല. ബന്ധുക്കളാണെങ്കിൽ കൂടി ഒന്നും കൊടുക്കില്ല. ഇപ്പൊ അങ്ങനെയാണ്, ഇപ്പോഴത്തെ ബിസിനസ് മോശമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ലോകത്തിൽ കണ്ടുവരണത് മിക്കവരും. അപ്പൊ എന്താ വേറെ സ്ഥലത്തേക്ക് പോവുകയായി. അങ്ങനെ ഒരു സ്ഥലത്ത് അവർ താമസിക്കില്ല, പലയിടത്തും സഞ്ചരിക്കും. അപ്പൊ എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്ന ആ പരമാത്മ സ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കണ സജ്ജനങ്ങളും അങ്ങനെയാണ്. സാധുക്കൾ അവര് ഒരു സ്ഥലത്തിരിക്കില്ലല്ലോ, അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് മമതയൊന്നുമില്ല. അപ്പൊ അവര് അന്യരുടെ സങ്കടത്തെ തീർത്താൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് അവരുടെ സഞ്ചാരം. ആരെങ്കിലും അടുത്ത് ചെല്ലുകയാണെങ്കിൽ അവരെ ഉപദേശിക്കുക, അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് സജ്ജനങ്ങളുടെ സഞ്ചാര പ്രയോജനം. അപ്പൊ ദരിദ്രൻ ഒരിക്കലും അഹങ്കാരിയാവില്ല. അവരൊക്കെ ഇതുപോലെയുള്ള ആ സാധുക്കളെ, സജ്ജനങ്ങളെ കാണുമ്പോൾ അവരുടെ അടുത്ത് ചെല്ലും. അപ്പൊ ആ സാധുക്കൾക്ക് ആ ദരിദ്രരോട് വളരെ ദയ തോന്നും. അവർക്ക് ദയ ഉണ്ടാവും ഇങ്ങനെയുള്ള ദരിദ്രരോട്. അപ്പൊ അവര് ഉപദേശങ്ങൾ കൊടുക്കും. ആ മഹാത്മാക്കള് വിഷയസുഖാശ കൊണ്ടുള്ള ദോഷത്തെയും ആത്മസ്വരൂപത്തെയും ഉപദേശിക്കും. അവര് അറിവുള്ളവരാണല്ലോ. അപ്പൊ നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കും. അപ്പൊ ആ ദരിദ്രനുള്ള വിഷയാശ തീരെ നശിക്കും. അവർക്ക് എന്തെങ്കിലും വിഷയം അനുഭവിക്കണം എന്നുള്ള ആ മോഹം, കടുത്ത ഇതുണ്ടെങ്കിൽ ഇവരുടെ ആ സംസർഗം കൊണ്ട്, അവരുടെ ഉപദേശങ്ങൾ കേട്ടതുകൊണ്ട് അവരുടെ ആ വിഷയാശയൊക്കെ തീരെ ചിക്കും. ഇങ്ങനെ സജ്ജന സംസർഗത്തിന്റെ ഫലമായിട്ട് ദരിദ്രനുള്ള ദുഃഖം തീരെ നശിക്കാൻ ഇടവരും. ഇത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ
പരം ദൃഷ്ട്വാ നിവർത്തതി. ആഹാരഹീനനായിരിക്കുന്ന പുരുഷന്റെ രസനേന്ദ്രിയത്തെ ഒഴിച്ചുള്ള മറ്റ് ഇന്ദ്രിയങ്ങൾക്കൊക്കെ തളർച്ച സംഭവിക്കും. അധികം സ്വാദുള്ള ഭക്ഷണപദാർത്ഥങ്ങളെ മാത്രം കാക്ഷിക്കും. എന്നാൽ മഹത് ഉപദേശം കൊണ്ട് ആനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ ഇടവരുമ്പോൾ പിന്നെ നിസ്സാരമായിരിക്കുന്ന ഈ വിഷയാനുഭവത്തിൽ താല്പര്യം ഉണ്ടാവില്ല. രസോവൈസ, രസത്തിന്റെ പൂർണ്ണസ്വരൂപം ആത്മാവാകയാൽ ആത്മലാഭത്തിൽ പരം രസലാഭം മറ്റൊന്നില്ല എന്ന് ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാധുക്കളുടെ സേവ സമ്പർക്കം സിദ്ധിച്ച ഉടനെ അവർക്ക് ആ അന്ധകരണത്തിലുള്ള രസാശയം, ആ വിഷയസുഖം ഇങ്ങനെ അനുഭവിക്കണം എന്നുള്ള ആ വാസന തീരെ നശിക്കുന്നത് കൊണ്ട് അവര് ജീവൻ മുക്തനായി ഭവിക്കുന്നു. യഥാ സർവേ പ്രമുച്യന്തെ കാമായേസ്യേ ഹൃദി സ്ഥിതാഃ അധമർത്യോ അമൃതോ ഭവതി അത്ര ബ്രഹ്മ സമശ്നുതി. ഇവന്റെ ഹൃദയത്തിലുള്ള സകല കാമങ്ങളും എപ്പോൾ തീരെ നശിക്കുന്നുവോ അപ്പോൾ മർത്യൻ അമൃതനായി ഈ അമൃതാവസ്ഥയില് ബ്രഹ്മാനന്ദത്തെ തടസ്സമില്ലാതെ അനുഭവിക്കുന്നു. ഇത് ശ്രുതിവാക്യാണത്. സാധൂനാം സമചിത്താനാം മുകുന്ദചരണേഷിണാം ഉപേക്ഷ്യൈ കിം സ്തനസ്തംഭൈഃ അസദ്ഭിഃ അസദാശ്രയൈഃ. സമചിത്താനാം, സമഭാവനയുള്ളവരും മുകുന്ദചരണേഷിണാം, വിഷ്ണുപാദത്തെ ആശ്രയിക്കുന്നവരുമായ സാധൂനാം, സജ്ജനങ്ങൾക്ക്, അസദാശ്രയൈഹി, അസത്തുക്കളെ ആശ്രയിക്കുന്നവരും, ധനസ്തംഭൈഹി, ധനമതമുള്ളവരും, ഉപേക്ഷേഹി, ഉപേക്ഷിക്കപ്പെടുവാൻ യോഗ്യരുമായ അസദ്ഭി, അസത്തുക്കളെ കൊണ്ട് കിം, എന്തു പ്രയോജനം? ധനവാന്മാരിൽ നിന്ന് ധനം സിദ്ധിക്കും, അതുകൊണ്ട് ഈ ധനികന്മാരുടെ അടുത്തേക്ക് മാത്രമേ സാധുക്കളും പോവുള്ളൂ. അത് അങ്ങനെയല്ല എന്ന് പറയാണ്. സജ്ജനങ്ങള് ധനവാന്മാരുടെ അടുത്ത് പോവില്ല. എന്താന്ന് വെച്ചാല് അവർക്ക് ഈ ധനവാന്മാര് അവരുടെ അതേപോലെയുള്ള അവസ്ഥയുള്ളവരുടെ കൂടെ അവർക്ക് തമ്മിലേ ബന്ധം ഉണ്ടാവുള്ളൂ. ധനവാന്മാര് ആ ധനവാന്മാരുടെ കൂട്ടത്തിലുള്ള അവരുടെ ഒപ്പം അത്രയും ധനമുള്ളവരും അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ളവരും അവരായിട്ടാണ് അവർക്ക് കൂട്ട്. ഇങ്ങനെയുള്ള സാധുക്കളുടെയും ധനികന്മാരുടെയും സ്വഭാവങ്ങൾക്ക് വളരെ വിരോധമുണ്ട് അവര് തമ്മിലുള്ള സ്വഭാവങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ആക്ഷേപം ശരിയല്ല എന്ന് പറയേണ്ടതാണ്. എന്തുകൊണ്ടാച്ചാൽ ഇന്ദ്രിയങ്ങള് അടക്കി ശാന്തചിത്തരായും സദാചാര തൽപരരുമായിരിക്കുന്ന ഈ സജ്ജനങ്ങൾക്ക്, സാധുക്കൾക്ക്, അതുപോലെയൊന്നും അല്ലാത്ത ചൂതുകളി, മദ്യപാനം മുതലായ വിഷയങ്ങളിൽ ആസക്തന്മാരായിരിക്കുന്ന ഈ ധനികളെ കൊണ്ട് എന്താ പ്രയോജനം? അവരുടെ അടുത്തേക്കൊന്നും അവര് സ്മരിക്കുക പോലും ചെയ്യില്ല. അങ്ങനെയുള്ള സജ്ജനങ്ങള് ഇരുട്ടും വെളിച്ചവും പോലെ രണ്ടുപേരും തികച്ചും വിപരീത സ്വഭാവമുള്ളവരാണ്. ഇവരാണെങ്കിലോ ശത്രുക്കള്, മിത്രങ്ങള് എന്നുള്ള വിചാരമൊന്നും തീരെ ഇല്ലാത്തവര് സാധുക്കള്. അവർക്ക് സർവത്ര സമദൃഷ്ടി, എല്ലാവരും ഒരുപോലെ. ആ ധനമതം നിമിത്തം ഒരാളെ നിസ്സാരനെന്നും മറ്റാളെ യോഗ്യനെന്നും ഭാവിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള അസത്തുക്കളെ കൊണ്ട് എന്താ പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. ദരിദ്രന്മാര് അവർക്കൊക്കെ പുച്ഛാണ് അല്ലെ? ധനം, മതം കൂടുതലുള്ളവര് അവര് ആ ഭാഗത്തേക്ക് ഒന്നും നോക്കുന്നില്ല. അങ്ങനെയുള്ളവരായിട്ട് ഈ സാധുക്കള് അവരുടെ അടുത്തേക്ക് അവര് പോവുകയില്ല. മുക്തിപ്രദനായ ഭഗവാന്റെ പാദകമലത്തെ മാത്രം സർവാത്മനാ ഭാവിച്ചുകൊണ്ടിരിക്കുന്ന സാധുക്കൾക്ക് വിഷയസുഖത്തിൽ ആഗ്രഹമുള്ളവരെ മാത്രം ആശ്രയിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ഈ അസത്തുക്കളെ കൊണ്ട് എന്താ ഉപകാരം? ഫലം എന്ത്? ഇങ്ങനെ പരസ്പര വിരുദ്ധ സ്വഭാവമുള്ളവരാകയാൽ സാധുക്കള് ധനമതമുള്ളവരെ ആശ്രയിക്കില്ല എന്ന് മാത്രമല്ല അവരെ തീരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതിന്റെ സാരം തദഹം മത്തയോർമാധ്യ വാരുണ്യാ ശ്രീമദാന്ധയോ തമോ മദം ഹരിഷ്യാമി ത്രൈണയോ അജിതാത്മനോ. അസത്തുക്കളുടെ ഈ മതത്തെ നശിപ്പിച്ചാൽ മാത്രമേ അവരുടെ ജന്മസാഫല്യ ഹേതുവായ ആ പുരുഷാർത്ഥ സമ്പാദനത്തിന് അവര് സമർത്ഥരായി വരികയുള്ളൂ. അതുകൊണ്ട് ഐശ്വര്യമതം നിമിത്തം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള വിവേകമില്ലാതെ നിന്ദ്യമായ മദ്യപാനം നിമിത്തം സ്ത്രീകൾക്ക് അധീനന്മാരായിട്ടും ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ അഹങ്കരിച്ച് ജന്മത്തെ
വ്യർത്ഥമാക്കി തീർക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ രണ്ടുപേരുടെയും അറിവില്ലായ്മ നിമിത്തമുണ്ടായ മതത്തെ ഞാൻ നശിപ്പിക്കും എന്നാണ് നാരദ മഹർഷി. ഇനി ഇങ്ങനെ ഇവര് ജീവിക്കാൻ പാടില്ല. സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കേണ്ടവരാണ് ഈ കുബേരപുത്രന്മാർ. അപ്പൊ അവരുടെ ഈ അറിവില്ലായ്മയെ ഞാൻ നശിപ്പിക്കും എന്ന് പറയുകയാണ്. വിചാരിച്ച് അതിനുള്ള ശപിക്കാനായിട്ട് പുറപ്പെടുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ